ഇവളെ കണ്ണു കാണാതെ വീഴാൻ പോയപ്പോ വൈദേഹിയെ ഇവളെ രക്ഷിച്ച്. കണ്ണു കാണില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഏത് നേരവും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കരുതെന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഞാൻ എങ്ങോട്ടും പോയതല്ല അജയ. വെള്ളം ദാഹിച്ചുകൊണ്ട് താഴോട്ട് എടുക്കാൻ വേണ്ടി വന്നതാ. താഴെ വീഴാൻ തുടങ്ങിയപ്പോ വൈദേഹി വന്ന് രക്ഷിച്ചു. വൈദേഹി, നിന്റെ കൈ മുറിഞ്ഞു അല്ലേ വൈദേഹി? നീ കൈ വെച്ചില്ലായിരുന്നെങ്കി എന്റെ കഴുത്തു മുറിഞ്ഞു പോയനെ. അപ്പോ നീ വന്നില്ലായിരുന്നെങ്കി ചിലപ്പോ എന്റെ ജീവനിപ്പോ പോവില്ലായിരുന്നു. അതെ, അതാണ് വൈദേഹി. നീ എന്തൊക്കെ ചെയ്താലും അവൾക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ റിവേഴ്സിലാണല്ലോ ഗിയർ. സ്നേഹിക്കുന്നവർക്ക് പണി കൊടുക്കാൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ. ഇങ്ങനെ വല്ലതുമൊക്കെ പറഞ്ഞല്ലാതെ ഇവളുടെ തലയിലേക്ക് കയറില്ല. വീണ്ടും ഇങ്ങനെ കറങ്ങി നടക്കാതെ എവിടെങ്കിലും ഒരിടത്ത് പോയിരിക്കും. എപ്പോഴും വൈദേഹി ഒന്ന് രക്ഷിച്ചൊന്നിരിക്കില്ല. അതിരിക്കട്ടെ, 10 ദിവസം കഴിഞ്ഞ് കൂട്ടി വരാനല്ലേ ഡോക്ടർ പറഞ്ഞു. അപ്പൊ കൂട്ടിക്കൊണ്ടുപോയാ കാഴ്ച തിരിച്ചു കിട്ടുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞല്ലോ, അവളെ കൊണ്ടുപോയിട്ട് വാടാ. അമ്മ എന്താ പറഞ്ഞേ? എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നോ? പിന്നെന്താ ഒരിക്കലും എനിക്ക് കാഴ്ച കിട്ടില്ലെന്ന് അജയൻ പറഞ്ഞു. അജയ പറ അജയ, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുമോ? തിരിച്ചു കിട്ടും, സർജറി ചെയ്യിക്കുകയാണെങ്കിൽ. പക്ഷെ കുതന്ത്രങ്ങളും ചതിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നിന്റെ തലയ്ക്ക് ഈ ഇരുണ്ട ജീവിതം മതിയെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചിരിക്കുക. അപ്പോ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞിട്ടും സർജറി വേണ്ടെന്ന് തീരുമാനിച്ചു അല്ലേ അജയ? അതെ ഊർമിളെ, കാഴ്ച കിട്ടിയിട്ട് നിനക്ക് എന്ത് ചെയ്യാനാ? ഞങ്ങളെ എല്ലാരെയും ഒന്നുകൂടെ കൊന്നു തിന്നു. അതുകൊണ്ട് നീ ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇരുട്ടത്ത് ജീവിക്കുന്ന എല്ലാവർക്കും നല്ലത്. എന്താ ചേട്ടാ എന്തിങ്ങനെയൊക്കെ പറയുന്നത്? പിന്നല്ലാണ്ട് എന്താ വൈദേഹി, കാഴ്ച പോയിട്ടും അവരോടൊപ്പം ചേർന്ന് എന്തൊക്കെ കുതന്ത്രങ്ങളെ ഇവള് മെനഞ്ഞത്. ഇനി കാഴ്ച കൂടി കിട്ടിയാ സഹിക്കാൻ പറ്റുമോ? ചേട്ടാ, കാഴ്ച തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിൽ അതിനെക്കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കണ്ടേ? കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ടുകളാ. കേട്ടല്ലോ, ഇതാണ് ദേവനും എന്റെ കുടുംബവും. അവനെ അവന്റെ കുഞ്ഞിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചവളാണെന്ന് പോലും ചിന്തിക്കാതെ നിന്നെ രക്ഷിക്കാനാണ് അവൻ ഇപ്പോഴും പറയുന്നത്. ഇങ്ങനെ ഒരാളുടെ കുടുംബം തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി എന്തൊക്കെയായിരുന്നു നീയും അവരും ചേർന്ന് കാണിച്ചു കൂട്ടിയത്. എന്നിട്ടും അവർക്കൊക്കെ നിന്നോട് സഹതാപം. പക്ഷെ നിനക്കിതുവരെ ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് നിനക്ക് സർജറി വേണ്ട. അജയ, അമ്മേ, ഈ കാര്യത്തിൽ മറ്റാരും ഇടപെടണ്ട. അവളോടൊപ്പം ജീവിക്കുന്ന ഞാൻ തന്നെ അവൾക്ക് ഈ ജീവിതം മതിയെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിനാണെന്ന് മനസ്സിലാക്കുക. ആയിക്കോട്ടെ. ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് ഇതാണ് തക്ക ശിക്ഷയെന്ന് അജയന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം. ജീവിതകാലം ഇരുട്ടത്ത് കഴിയാൻ ഞാൻ തയ്യാറാ. എന്നാലും ഒരു കാര്യം, ഞാൻ ഇപ്പോഴാ പഴയ ഊർമിളയല്ല. ഓരോന്നും മനസ്സിലാകുന്നത് ഇപ്പോഴാ. കണ്ണുണ്ടായിരുന്നപ്പോഴും ഞാൻ ജീവിച്ചത് ഇരുട്ടത്തായിരുന്നെന്ന് ഇപ്പൊ മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ കണ്ണില്ലാത്ത ഈ ജീവിതം എന്നെ വിഷമിപ്പിക്കുന്നില്ല. മതി, നിർത്തും നിന്റെ നാടകം. ഓന്ത് സാഹചര്യത്തിനൊത്ത് നിറം മാറ്റിയാലും അതിന്റെ ശരിക്കുള്ള നിറം എന്താണെന്നും അതൊരിക്കലും മാറില്ലെന്ന് എല്ലാവർക്കും അറിയാം. അജേട്ടാ, എഴുത്തി ഒരുപാട് മാറിയിട്ടുണ്ട്. ഇല്ല വൈദേഹി, എനിക്കതിലൊട്ടും വിശ്വാസം പോരാ. കാഴ്ച തിരിച്ചു കിട്ടാനുള്ള ഇവളുടെ അടുത്ത കളിയായത്. ഈ കുടുംബത്തിൽ ഇതുപോലെ 3 വിഷവിത്തുകളുണ്ട്. ചേട്ടാ, ഏടത്തെയാണല്ലോ വരനെ കുറിച്ചും ചെറിയമ്മയെ കുറിച്ചൊക്കെ പറഞ്ഞത്. പശ്ചാത്താപം ഇല്ലെങ്കിൽ അതൊക്കെ പറയോ? ആർക്കറിയാം, അതിലും സ്വാർത്ഥത കാണും. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അജയ, ഒരാൾ നന്നാകാൻ തുടങ്ങിയെന്ന് തോന്നി അത് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ മാറിയിട്ട് വലിയ കാര്യമില്ലല്ലോ എന്ന് മാറി ചിന്തിക്കാനും മതി. എന്റെ മൂത്ത മരുമോളെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ എന്തിനു മാറണം, ആർക്കു വേണ്ടി മാറണമെന്ന് അഹങ്കാരമുള്ള കുട്ടിയാ. അവളുടെ വായിന്ന് ഇതുപോലൊരു വാക്ക് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇന്നവള് ഞാൻ മാറിയെന്ന് തുറന്നു പറഞ്ഞെങ്കിൽ അത് സത്യാന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. അമ്മേ,
ആരെന്ത് പറഞ്ഞാലും അജയൻ വിശ്വസിക്കില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നാള് ഞാൻ അജയനോട് പെരുമാറിയത് അങ്ങനല്ലേ. എന്നാലും ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതം നരകമായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പുതിയ ജീവിതം ജീവിക്കാൻ കൊതിയാവുന്നു. ഞാൻ ഈ പറയുന്നതെല്ലാം സത്യമാണെന്ന് എന്നെ തന്നെ തൊട്ട് സത്യം ചെയ്യുക. ചിലപ്പോ ഇതും നിങ്ങൾക്കാർക്കും വിശ്വാസമായെന്ന് വരില്ല. ഇനി അജയൻ എന്നെ വിശ്വസിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ജീവനുള്ളിടത്തോളം കാലം ഞാൻ നന്നാവില്ല എന്നല്ലേ അജയൻ പറഞ്ഞ്. എന്നാ പിന്നെ ആ ജീവൻ ഇല്ലാണ്ടായ അജയൻ വിശ്വസിക്കുമല്ലോ. ചേച്ചി എന്തൊക്കെയാ പറയുന്ന? ആത്മാർത്ഥമായിട്ട് മാറിയെന്ന് പറഞ്ഞല്ലോ, അത് മതി. എന്റെ മോനും ആഗ്രഹിച്ചത് ഇത് തന്നെയാ. അവൻ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം സന്തോഷിച്ചേനെ. മാറിയെന്ന് നിന്റെ നാവിന്ന് തന്നെ കേൾക്കുമ്പോ ഞങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടെന്നറിയോ. മൂത്ത മരുമോള് നന്നായ ആ കുടുംബം തന്നെ നന്നാവൂന്ന പറയാറ്. ശരിയാണമ്മേ, ഏത് കുടുംബത്തിലും മൂത്ത മരുമകളാണ് മഹാറാണി. വൈദേഹി, അപ്പോഴേ രാജാവ് റാണിയൊന്നും വേണ്ട. എനിക്ക് ഒരു പദവിയും വേണമെന്നില്ല അജയ. എന്റെ മനസ്സിലെ ഇരുട്ട് മാറി, അത് മതി എനിക്ക്. ഈ ഇരുട്ടിൽ തന്നെ ഞാൻ പ്രകാശം കണ്ടെത്തിക്കൊള്ളാം. എന്നാ കണ്ടെത്തിക്കോ. പിന്നെന്തിനാ ഒരു സർജറി? മതി, നിർത്തടാ. പറഞ്ഞു നീ കാട് കയറരുത്. വേണ്ട അമ്മേ, ഞാൻ ഇങ്ങനെ കഴിയുന്നതാണ് അജയന് സന്തോഷമെങ്കിൽ ഇത് മതി എനിക്ക്. എടുത്തി വേണ്ട വൈദേഹി, ഒന്നും നിർബന്ധിച്ച് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. അത് സ്നേഹമാണെങ്കിലും വിശ്വാസമാണെങ്കിലും. എനിക്ക് തിരിച്ചറിവുണ്ടായി എന്ന് കരുതി എനിക്ക് ചുറ്റും എല്ലാം മാറണമെന്ന് നിർബന്ധമില്ലല്ലോ. അതിനും സമയമെടുക്കും വൈദേഹി. അതുവരെ ഞാൻ ക്ഷമയോടെ കാത്തിരുന്നോളാം. അജയ, അവള് പശ്ചാത്തപിക്കുന്നില്ലേ? ഇനിയൊരു പക്ഷെ അതൊന്നും സത്യമല്ലെങ്കിലും അവള് നിന്റെ ഭാര്യയല്ലേ. ഭർത്താവിന്റെ കടമ കൂടിയുണ്ടെന്ന് ഓർക്കണം. അമ്മേ, അവൾ ശരിക്കും നന്നാവുകയാണെങ്കിൽ എല്ലാരെക്കാളും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും. മാറിയെന്ന് പറഞ്ഞത് വാക്കുകളിലല്ല, പ്രവൃത്തിയിൽ കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഞാൻ തന്നെ കൊണ്ടുപോയി സർജറി ചെയ്യിച്ചേക്കാം. ഞങ്ങളെ രക്ഷിക്കണം സ്വാമിനി. വീണ്ടും നിങ്ങളുടെ പ്രശ്നം എന്താ? ആ യന്ത്രം ഒന്നുകൂടി ഒന്ന് റെഡിയാക്കി തരണം. ആ ആത്മാവ് ഞങ്ങളെ കൊല്ലാൻ നടക്കുക. വീണ്ടും എന്തിനാ അത് ഉണ്ടാക്കുന്നേ? തന്ന യന്ത്രം എന്ത് ചെയ്തു? ആത്മാവിനെ അതുകൊണ്ട് ബന്ധിച്ചിട്ടിരുന്നതല്ലേ? എന്നിട്ട് എന്തായി? ആ യന്ത്രത്തിന്റെ ശക്തി പോയി. ആരോ അത് വീട്ടിൽ നിന്നെടുത്ത് വലിച്ചെറിഞ്ഞു. അതിനുശേഷം വീണ്ടും ആ ആത്മാവ് ഞങ്ങളെ വേട്ടയാടാൻ തുടങ്ങി. ആ യന്ത്രം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടും അതിനൊരു ശക്തിയില്ലായിരുന്നു. ഛേ, പമ്പര വീട്ടുകൾ. അത് സൂക്ഷിച്ച് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? അതൊരിക്കൽ കയ്യിൽ നിന്ന് പോയാൽ അതിന്റെ ശക്തിയും അതോടെ നശിക്കും. അതോടെ ആത്മാവിന്റെ ബന്ധനവും അഴിയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും അശ്രദ്ധ കാണിച്ചു? ഞങ്ങൾ ശ്രദ്ധയോടെ തന്നെയായിരുന്നു. പക്ഷെ ആരതെടുത്ത് കളഞ്ഞെന്ന് അറിയില്ല. ഇനിയിപ്പോ സ്വാമിന് തന്നെ എന്തെങ്കിലും ഒരു വഴി പറയണം. ഒന്നുകൂടി അങ്ങനെ ഒരു യന്ത്രം ഉണ്ടാക്കി തരുവോ? ഒരു യന്ത്രം ഒരിക്കൽ മാത്രമേ ഒരു ആത്മാവിൽ പ്രയോഗിക്കാനാവൂ. വീണ്ടും അതേ യന്ത്രം ആ ആത്മാവിൽ പ്രവർത്തിക്കില്ല. അപ്പോ ഞങ്ങൾ ആ ആത്മാവിന്റെ കൈകൊണ്ട് മരിക്കണം എന്നാണോ? സ്വാമിനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലേ? അയ്യോ, എങ്ങനെയെങ്കിലും ആത്മാവിനെ ഒന്ന് നശിപ്പിക്കണം. നമ്മൾ എത്രയോ സിനിമയിൽ കണ്ടിട്ടുള്ളതാ. വിഡ്ഢി, ചില ശിഷ്ടാത്മാക്കളെ നമുക്കൊരിക്കലും നശിപ്പിക്കാനാവില്ല. അങ്ങനെയല്ല, കുപ്പിക്കകത്ത് അടച്ച് എവിടെയോ കടലിൽ കൊണ്ട് കളയാറില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാതിരിക്കില്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങളുടെ കൈകൊണ്ട് മരിച്ചവൻ ഞങ്ങളെ കൊല്ലാൻ നടക്കാന്ന് പറഞ്ഞ എന്തെങ്കിലും ഒന്ന് ചെയ്യണം പ്ലീസ്. ഞങ്ങളെ ഒന്ന് സഹായിക്കേ. അതൊരു സാധാരണ ആത്മാവല്ല. ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ മഹാദേവന്റെ ആശീർവാദത്തോടെ ആ കുടുംബത്തിലെത്തിയതാണ്. അതിനന്ത്യം കുറിക്കുക എന്നത് അസാധ്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ ആത്മാവിൽ നിന്ന് ഞങ്ങൾക്ക് വിമോചനം ഇല്ലെന്നാ? ഉണ്ട്. ആ ആത്മാവ് സംരക്ഷിക്കാൻ എത്തിയിരിക്കുന്ന ഒരു ചോര കുഞ്ഞുണ്ടല്ലോ, അത് കണ്ണു തുറക്കണം.
അല്ലെങ്കിൽ അതൊരിക്കലും കണ്ണു തുറക്കരുത്. എങ്കിലേ ആത്മാവ് സ്വയം ഇഹലോകത്തുനിന്ന് പരലോകത്തേക്ക് പോകൂ. അതിനു മുമ്പ് ഞങ്ങളുടെ ആത്മാക്കളെ മേലോട്ട് അയക്കുമല്ലോ. ആ കുഞ്ഞിനെ വല്ലതും ചെയ്യാന്ന് വെച്ചാ അയ്യോ, അങ്ങനെ ചിന്തിച്ചാ പോലും തല പൊട്ടിത്തെറിക്കുന്ന പറഞ്ഞ് അങ്ങനെ മരിക്കാൻ എനിക്കാവില്ല. ഇനിയും ആ കുഞ്ഞ് കണ്ണ് തുറക്കുന്നവരെന്ന് വെച്ചാ അതുവരെ ആ ആത്മാവ് ഞങ്ങളെ വെറുതെ വിടില്ല. അതെ സ്വാമിനി, ഞങ്ങള് ചെയ്തു കൂട്ടിയ പാപങ്ങൾ തുറന്നു പറയാൻ ഞങ്ങളെ ആത്മാവ് നിർബന്ധിക്കുക. അങ്ങനെ വല്ലതും നടന്ന ആ വീട്ടിലുള്ളവര് തന്നെ ഞങ്ങളെ കൊന്നുകളയും. പറഞ്ഞില്ലെങ്കിൽ ആത്മാവ് ഞങ്ങളെ കൊന്നുകളയും. എന്തായാലും മരണത്തിൽ നിന്ന് രക്ഷയില്ല. ആ ആത്മാവിന് അന്ത്യം കുറിച്ചേ പറ്റൂ. ഇതെന്താ ഇങ്ങനൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലെന്നാ? ഉണ്ട്, ഒരൊറ്റ വഴിയുണ്ട്. ആ അതെന്താന്ന് പറ. എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ചെയ്യാം. മഹാകുണ്ടലി യോഗം. ആത്മാവിനെ ബന്ധിക്കണം. എന്നാ പിന്നെ ഉടനെ ബന്ധിക്കേ. എത്ര കാശ് വേണമെങ്കിലും തരാം. കാശുകൊണ്ട് വിചാരിച്ചതെല്ലാം നടക്കില്ലടാ വിഡ്ഢി. ബന്ധിക്കുന്നതെല്ലാം എളുപ്പമാ. എന്നാലും ആ ആത്മാവിനെ അയാളുടെ മരണത്തീയതി വരെ മാത്രമേ ബന്ധിക്കാനാവൂ. അതെന്തെങ്കിലും ആവട്ടെ, ആദ്യം അതിനെ ബന്ധിക്കാനുള്ള ഏർപ്പാട് നടത്ത്. വീണ്ടും ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിന്റെ പേടിയാവുക. പറയുന്നത് പൂർണ്ണമായും കേൾക്ക്. മരണത്തീയതി എത്തുമ്പോൾ ആ ആത്മാവിന്റെ ബന്ധനവും വഴിയും. അപ്പോൾ അതിന് ഇരട്ടി ശക്തിയാവും കിട്ടുക. പിന്നെ അതിനെ തടയാൻ ഒരു മന്ത്രശക്തിക്കും ആവില്ല. അതൊന്നും വേണ്ട, അതുവരെ ബന്ധിക്കാനാവുമല്ലോ. അതാണ് വേണ്ടത്. അതിനോടൊക്കെ ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തോളാം. ആദ്യം ആ ആത്മാവിനെ ബന്ധിക്ക്. ശരി, ഞാനത് നോക്കിക്കോളാം. വൈദേഹി, ഇതെന്താ ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നേ? വന്നേ, സമയത്ത് കിടന്ന് ഉറങ്ങണ്ടേ? നമ്മുടെ കുഞ്ഞുവാവയോട് സംസാരിച്ചിട്ട് വരാൻ ദേവേട്ടാ. അതിന് നിലാവ് വരുന്ന ലക്ഷണമൊന്നുമില്ല. പൂർണ്ണ നിലാവ് വന്നില്ലെങ്കിലും പിറനിലാവ് വരുമല്ലോ ദേവേട്ടാ. അത് മതിയാവും എന്റെ കുഞ്ഞുവാവയോട് എനിക്ക് സംസാരിക്കാൻ. അതെപ്പോ വരുമെന്ന് ആർക്കറിയാം. നീ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. അതാ നമ്മുടെ കുഞ്ഞാവയ്ക്ക് നല്ലത്. അവളുടെ ആരോഗ്യം നോക്കണ്ടേ? നമ്മുടെ കുഞ്ഞാവ എന്തായാലും ഇപ്പൊ നല്ല ഉറക്കത്തിലായിരിക്കുന്നുള്ള കാര്യം ഉറപ്പാ. വൈദേഹി, നീ അകത്തേക്ക് വാ. നിക്ക് ദേവേട്ടാ, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളില് സത്യമേതാ കള്ളമേതെന്ന് അവൾക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. കുഞ്ഞുവാവേ അത് നമ്മളോട് എപ്പോഴാ പറയാൻ പറ്റുമെന്ന് കാത്തിരിക്കായിരിക്കും. പിറന്നിലാവ് വന്നതും കുഞ്ഞുവാവയോടൊന്ന് സംസാരിച്ചിട്ട് ഞാൻ വന്നേക്കാം. ആ ശരി, നീ നിലാവും വരുന്ന നോക്കി ഇവിടെ ഇരിക്കുക. ഞാൻ പോയി നിനക്കൊരു ജ്യൂസ് എടുത്തോണ്ട് വരാം. നിലാവ് വന്നു. കുഞ്ഞുവാവേ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കുഞ്ഞുവാവേ, എന്താ നീയൊന്നും മിണ്ടാത്തെ? അമ്മേ, കുഞ്ഞുവാവേ, നിന്റെ സ്വരം കേൾക്കാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. എനിക്കും അമ്മയോടൊരു വലിയ കാര്യം പറയാനുണ്ട്. അതെ, അതെനിക്കറിയായിരുന്നു. അതുകൊണ്ടാ നിലാവ് വരുന്നതും കാത്ത് ഞാൻ ഇരുന്നത്. എന്താന്ന് പറ കുഞ്ഞുവാവേ. നിനക്ക് എന്താ അമ്മയോട് പറയാനുള്ളത്? വീണ്ടും എന്തെങ്കിലും ആപത്ത് വരുന്നുണ്ടോ? എന്തായാലും അമ്മയോട് പറ. വീട്ടിലിപ്പോ പ്രതീക്ഷിക്കാത്തത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നിന്റെ വല്യമ്മയ്ക്ക് പശ്ചാത്താപം ഉണ്ടായിരിക്കുന്നത്ര. അത് വിശ്വസിക്കാമോ? പറയുന്നതൊക്കെ സത്യമാണെന്ന് തോന്നുന്നില്ലേ അമ്മേ? അപ്പൊ വിശ്വസിക്കാം. ഇത് മതി മോളെ. എഴുത്തിയുടെ സ്വഭാവത്തില് മാറ്റം ഉണ്ടായെങ്കിൽ അത് തന്നെ വലിയൊരു സമാധാനം. വല്യമ്മ മാത്രം മാറിയിട്ട് കാര്യമില്ലല്ലോ, ഇനിയുണ്ടല്ലോ ആൾക്കാര്. ശരിയാ, ഉണ്ട്. പക്ഷേ ചേച്ചിയുടെ സപ്പോർട്ട് ഇല്ലാതായി തീരുമ്പോ പിന്നെ അവർക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒന്നും വിചാരിക്കണ്ട അമ്മേ. വല്യമ്മ അവരുടെ കൂടെ നിന്നേ ഉള്ളൂ. പക്ഷെ അവരെല്ലാരും ഭയങ്കര അപകടകാരികളാ. അവര് പുതിയ വഴികൾ തിരഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ അവർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞുവാവ എന്താ പറഞ്ഞത്? ഇപ്പൊ നമ്മളെ സഹായിക്കുന്ന ശക്തികളെ തളച്ചിടാനുള്ള ശ്രമത്തിലാ അമ്മേ. വരാനിരിക്കുന്ന ആപത്തിൽ നിന്ന് അച്ഛനെ അമ്മയ്ക്ക് മാത്രമേ രക്ഷിക്കാനാകൂ. വൈദേഹി, നമ്മുടെ കുഞ്ഞാവ സംസാരിച്ചോ? സംസാരിച്ചു ദേവേട്ടാ. നീ എന്താ വല്ലാതിരിക്കുന്നേ? എന്താ അവള് പറഞ്ഞേ? ഏട്ടത്തിയുടെ മാറ്റം വെറും അഭിനയാണെന്നാണോ? ഏയ്, അങ്ങനെ പറഞ്ഞില്ല. ചേച്ചി നന്നായത് സത്യം. അത് കുഞ്ഞുവാവയും പറഞ്ഞു. ദേവേട്ടൻ ഇപ്പൊ എനിക്കൊരു വാക്ക് തരണം. എന്താ വൈദേഹി? ഇപ്പഴല്ല ദേവേട്ടാ, ഞാൻ ചോദിക്കുമ്പോ മതി.
ഞാൻ പറയുന്നതെല്ലാം മറുചോദ്യം ഇല്ലാതെ അനുസരിച്ചേക്കണം. അതിന് മറിച്ച് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നീ കാര്യം എന്താന്ന് പറ. നീ ചിന്തിച്ചിരിക്കുന്നത് നമ്മൾ രണ്ടുപേരും മാത്രം ഉൾപ്പെടുന്ന കാര്യം, അല്ലെങ്കിൽ അത് ഈ തീരുമാനം എടുക്കേണ്ടത് നമ്മൾ മാത്രമല്ലല്ലോ. നമ്മൾ രണ്ടുപേരെയും കുറിച്ചുള്ള കാര്യം തന്നെ ദേവേട്ട. മറ്റുള്ളവരുടെ കാര്യത്തില് ഞാൻ എന്തിനാ ദേവേട്ടനെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നേ? നമ്മുടെ കാര്യമാണെങ്കിൽ അതിപ്പോ തന്നെ എന്നോട് ചോദിച്ചുകൂടെ? മാറ്റി വെക്കുന്ന എന്തിനാ? ഇപ്പൊ ഒന്നുമില്ല ദേവേട്ട. പിന്നീട് എപ്പോഴെങ്കിലും ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയരുത്. അതാ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു വെച്ചത്. ഓക്കെ, അപ്പൊ തൽക്കാലം പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ശരി, ആദ്യം ജ്യൂസ് കുടിക്കേ. ഞാൻ കുടിച്ചോളും ദേവേട്ട. പക്ഷെ അതിനു മുമ്പ് എനിക്ക് സത്യം ചെയ്തോ? അതൊക്കെ ഞാൻ ചെയ്യാൻ വൈദേഹി. എന്നാലും കാര്യം എന്താണെന്ന് അറിയാതെ ചെയ്യുന്ന സത്യം, അത് സ്വന്തം ഭാര്യയോടാണെങ്കിലും ചില സമയങ്ങളിൽ അനിഷ്ടങ്ങൾക്ക് വഴി തെളിക്കും. അങ്ങനെ ഒരു വരം കൈകേക്ക് കൊടുത്തിട്ട് ദശരഥൻ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു. രാമായണം നീയും വായിച്ചിട്ടുള്ളതല്ലേ? എന്നുവെച്ചാ ഞാൻ കൈകേയാണെന്നാണോ ദേവേട്ട? എന്നല്ലടാ പറഞ്ഞത്. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാരം നീ എന്തിനാ ഒറ്റയ്ക്ക് ചുമക്കുന്നേന്നാ. പിന്നീട് പറയുന്നതിനേക്കാൾ ആ കാര്യം എന്താന്ന് വെച്ചാ അതിപ്പോ തന്നെ എന്നോട് പറഞ്ഞുകൂടെ? നീ എന്നോട് കാര്യം എന്താന്ന് പറ. നിന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനേക്കാൾ മറ്റൊന്നും എനിക്ക് ഈ ലോകത്ത് വലുതല്ല. നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. ഞങ്ങൾക്ക് വേണ്ടി ദേവേട്ടനെ എന്തും ചെയ്യുമെന്ന് എനിക്കും അറിയാം ദേവേട്ട. പക്ഷെ ദേവേട്ടന്റെ കാര്യത്തിൽ എനിക്കിപ്പോ പേടി. വൈദേഹി, നീ എന്ത് ആലോചിക്കുന്നേ? ചിലപ്പോ ഒന്നുമില്ലാത്ത കാര്യത്തിനായിരിക്കും നീ വെറുതെ ചിന്തിച്ചു കൂട്ടി പേടിക്കുന്നേ. ഇതിപ്പോ നിന്റെ ശീലമായിരിക്കാം. വേണ്ടാത്ത ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെക്കുക. എന്നിട്ട് ഈ ജ്യൂസ് കുടിക്കു വൈദേഹി. ദേവേട്ടനെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കും? വഴിയുണ്ട്. കൗസല്യേ, പാചകക്കാരൊക്കെ എപ്പോഴാ എത്തുക? വൈകുന്നേരം ആവുമ്പോഴേക്ക് എത്തും. തമ്പുരാട്ടി, ആരാ അത്? അകത്തേക്ക് കയറി വരൂ. നമസ്കാരമുണ്ട്. വാസുദേവന് എന്താ അവിടെ തന്നെ നിന്ന്? അകത്തേക്ക് കയറി വാ. നമസ്കാരം. 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 സുഖായിരിക്കുന്നോ വാസുദേവ? വിജയനും മകേഷിനും സുഖമാണോ? നാട്ടിലൊക്കെ എല്ലാരും സുഖായിരിക്കുന്നു. കിളവൻ മാത്രമേ വന്നിട്ടുള്ളൂ. കൊച്ചുമോളെ കൂട്ടിക്കൊണ്ടുവന്നില്ല. വസുമതി എന്ത് പറയുന്നു വാസുദേവ? സുഖായിരിക്കുന്നു തമ്പുരാട്ടി. ദേവൻ തമ്പുരാന്റെ കൃപ കൊണ്ട് അവക്ക് ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. ഒരു തെമ്മാടി എന്റെ കൊച്ചുമോളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോ ദേവൻ തമ്പുരാനാ ദൈവത്തെ പോലെ വന്ന് രക്ഷപ്പെടുത്തിയത്. അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. അങ്ങനെയുള്ളവരെ ജീവനോടെ വിടരുത്. നമസ്കാരം. നമസ്കാരം. വാസുദേവേട്ടൻ എന്താ ഇവിടെ? അച്ഛൻ ഗ്രാമത്തിലേക്ക് പോവാൻ പാടില്ല. വരാനിരിക്കുന്ന ആപത്തിന്ന് അച്ഛനും അമ്മയ്ക്ക് മാത്രമേ രക്ഷിക്കാനാവൂ. എന്താ വാസുദേവട്ടാ, നാട്ടുപ്രമാണിമാരെല്ലാരും ഉണ്ടല്ലോ. എന്തെങ്കിലും വിശേഷമുണ്ടോ? വരുന്ന ആഴ്ച ഗ്രാമത്തിൽ കാർഷികോത്സവം തുടങ്ങാൻ പോവാണ്. വർഷം കർഷകരുടെ എണ്ണമാണെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക തമ്പുരാ. കർഷകരുടെ വംശം അന്യം നിന്ന് പോവുന്നാ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ ഈ ദേശത്തിന്റെ ചുറ്റുപാടുമുള്ള ഒരു കർഷകനും യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കാൻ പാടില്ല. ഒരു രാജദർബാർ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞേക്ക്. വർമ്മയുടെ മരണശേഷം ഞങ്ങൾ നിങ്ങളെ വിട്ടുകളഞ്ഞെന്ന് കരുതിയോ? കർഷകരുടെ ബാധ്യത എന്നും രാജകുടുംബത്തിന്റെ കടമയാണ്. നിങ്ങളെ നല്ലോണം നോക്കേണ്ടത് ഞങ്ങളുടെ കർത്തവ്യമാ. വരുന്നുണ്ട് ഞങ്ങൾ. കാർഷികോത്സവം നമുക്ക് ആഘോഷമാക്കാം. അപ്പൊ ദേവേട്ടൻ ഇവരുടെ കൂടെ ഗ്രാമത്തിലേക്ക് പോവും. അപകടത്തിൽ നിന്ന് എത്ര ദൂരത്തിൽ അകന്ന് മാറാൻ ശ്രമിച്ചാലും അത് പുറകെ വന്ന് വേട്ടയാടാണല്ലോ എന്റെ ഈശ്വര. ദേവേട്ടൻ ഗ്രാമത്തിലേക്ക് പോവരുത്. എങ്കിൽ ഞങ്ങൾ ഉത്സവത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോട്ടെ. നിങ്ങളല്ല, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം. ഉത്സവത്തിന് കുറച്ചു ദിവസം മുമ്പേ ഞങ്ങൾ എല്ലാവരും കുടുംബത്തോടെ അങ്ങോട്ട് വരുന്നുണ്ട്.
തമ്പുരാട്ടി വരണം. അതിനേക്കാൾ സന്തോഷം വേറെ എന്താ ഉള്ളത്? നിങ്ങൾ എല്ലാവരും വന്ന ഉത്സവം നേരത്തെ തുടങ്ങിയ മാതിരിയാ. നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ തന്നെ മറന്നുപോകും. ഞങ്ങളുടെ രാജാവ് കാലം ചെയ്തു. ഇനി ഞങ്ങളെ ആര് നോക്കുമെന്ന് ഞങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങയുടെ രൂപത്തിൽ ഞങ്ങളുടെ രാജാവ് ജീവിച്ചിരിപ്പുണ്ട്. അങ്ങയുടെ വരവും കാത്ത് ഞങ്ങളെല്ലാവരും അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. വരണേ തമ്പുരാനെ. തീർച്ചയായും വന്നിരിക്കും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാൻ പറഞ്ഞത് ഇറങ്ങട്ടെ തമ്പുരാട്ടി. ശരി, ആയിക്കോട്ടെ. ദേവേട്ടാ, അവരുടെ ബുദ്ധിമുട്ട്